ഹലോ, അപ്പം ഇന്ന് നമുക്കൊരു ബ്ലഷിങ് ബിയറിനെ കണ്ടല്ലോ. അതായത് ഈ വൂള് നമ്മൾ സാധാ ചെയ്യണേക്കാളും വ്യത്യാസമുണ്ട്. ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാ വൂൾസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വലിപ്പം, ഇത് യാൺസിന് തന്നെ ബൾക്കി യാൺസ് എന്ന് ടൈപ്പിൽ പെട്ടിട്ടുള്ള ഒരു യാണാട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചസോട് കാണത്തോടി വരും. ഓരോ സ്റ്റിച്ചും കണ്ണിൽ പെടണ പാടേ. അങ്ങനെ പകുതിയിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കാന്നുള്ള ബുദ്ധി തലയിൽ ഉദിച്ചത്. അല്ലെങ്കിലും എനിക്ക് അങ്ങനെയാണ്, ബൈക്കിയാണ് എൻ്റെ തലയിൽ ബുദ്ധികൾ ഉദിക്കാറുള്ളത്. എന്തായാലും നമ്മൾ പകുതി ഏകദേശം കാലിൻ്റെ അവിടമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗമായിട്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ആൺസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ ഇപ്പോൾ ക്രോഷറ്റ് ചെയ്യണവർക്ക് ഇതിൻ്റെ പാറ്റേൺസ് വേണമെങ്കിൽ പാറ്റേൺസ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പാറ്റേൺ ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ അയച്ചു. കാരണം നമ്മൾ പാറ്റേൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് 1 മണിക്കൂർ അത്ര അങ്ങോട്ട് നീളും. കാരണം നമ്മൾ ഓരോ സ്റ്റിച്ചസുകളും അതിൽ നമ്മൾ എടുത്ത് കാണിക്കേണ്ടി വരും. അപ്പം നമുക്ക് കുറേ ടൈം എടുക്കും. അപ്പം ഈ തലയുടെ ഭാഗം വരെ ചെയ്ത് ഇതിനുള്ളിലേക്ക് നമ്മൾ വൂൾസ് ആഡ് ചെയ്ത് കൊടുക്കും. വൂളല്ല, പഞ്ഞി. ഈ പഞ്ഞി ഞാൻ മീഷോ നാട്ടാ ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എനിക്ക് സാധനം കിട്ടി. വൂൾസ് നമ്മൾ പറഞ്ഞ പോലെ ഹോബി സ്റ്റോഴ്സ് നമ്മൾ ഓൺലൈനിൽ വരുത്തിക്കാട്ടെ ചെയ്യുക. കാരണം അവരുടെ പ്രൊഡക്ട്സൊക്കെ ഹൈ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. നമ്മളെന്തായാലും നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റി വൂൾസ് എന്തായാലും കൊടുക്കണമല്ലോ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ സെയിം മീഷോ തന്നെയാണ്. സാധാ പേജിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റാണ് വരുന്നത്. ഇത് മീഷോയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളാട്ടോ നമുക്ക് അവൈലബിൾ. അത് നോക്കി വാങ്ങിക്കണം. നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അങ്ങനെ കണ്ണും ഇതൊക്കെ ഞാൻ അതായത് നമ്മൾ ഏത് പാവയാണോ എടുക്കണത് ആ പാവയുടെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നോസ് ചെയ്യണവർക്ക് ചെയ്യാം. അത് ഇതേപോലെ തന്നെ നോസ് ഓൾറെഡി വരുന്നത് നമുക്ക് വാങ്ങിച്ചാൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മളിത് പാവക്കുട്ടീനെ ഫിനിഷ് ആക്കിയിട്ട് ഇനി നമ്മളതിൻ്റെ തല ഇതേപോലെ കൂട്ടി യോജിപ്പിക്കാട്ടോ വേണ്ടത്. കൂട്ടി യോജിപ്പിക്കല്ല, കഴിഞ്ഞ ഭാഗം ഇതേപോലെ തുന്നി എടുത്തിട്ട് ബോഡിയുടെ അടിഭാഗത്തിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യും നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞ്, അതായത് ഗേളായ കാരണം നമുക്ക് ബോ വെച്ച് കൊടുക്കാം. ഇത് ബോയ് ആയ കാരണം നമ്മളൊരു ക്യാപ്പും ഒരു സ്കാർഫ് പോലെ കഴുത്തിൽ കെട്ടുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈൻ. ആദ്യം ഞാൻ ഇതേപോലത്തെ ടെഡി ബിയർ ആയിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തൊരു മെലിഞ്ഞ ടെഡി ബിയർ ആയിരുന്നു എൻ്റെ പൊന്നേ. ആദ്യത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മൾ ചെയ്ത് നമുക്കത് അത്ര എക്സ്പീരിയൻസ്. ഇനിയും എൻ്റെ സ്റ്റിച്ചസുകൾ അത്രയും പെർഫെക്റ്റായി തുടങ്ങിയിട്ടില്ല. കാരണം എനിക്ക് പകുതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് വെടിമൂക്കും. അങ്ങനെ നമ്മളിത് 2 ചെവിയും മൂക്കുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇപ്പോഴും മൂക്ക് എനിക്ക് അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല. ലാസ്റ്റ് ഞാനത് വെട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്തിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, അതൊരു ബൾക്കിയാണ്. അത് വെച്ച് നമുക്ക് അത്ര ഫിനിഷിൽ അത്രയും എക്സ്പെർട്ടുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അത്ര എക്സ്പെർട്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ആണാണ് കേട്ടോ ക്യാപ്പിനും സ്കാർഫിനും ആയിട്ട് നമ്മൾ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ കുട്ടി ക്യാപ്പ് റെഡി. ഈ മുഖത്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ വെട്ടി വേറെ ചെയ്തു. കാരണം എനിക്കത് തൃപ്തിയായില്ല. അങ്ങനെ നമ്മുടെ സ്കാർഫും റെഡിയാക്കി. ഇനി നമ്മളിത് കഴുത്തിൽ അങ്ങനെ ചുറ്റിയാൽ കൊടുക്കും. ഒരു ഭാഗം മാത്രം ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഭാഗം ഇങ്ങനെ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ പുറത്ത് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് ആ മൂക്കിൻ്റെ വര എനിക്കിഷ്ടം. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി ചെറിയതാക്കിയാൽ നമുക്ക് 2 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ പഫി ബിയർ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടീം ടു ഓർഡർ. ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഫി ബിയറിൻ്റെ ഫൈനൽ കണ്ടാൽ നമുക്ക് വൂൾസ് കണ്ടാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അങ്ങനെ ലാസ്റ്റ് പോയി ഞാൻ അതിൻ്റെ വര കട്ട് ചെയ്ത് കളഞ്ഞ് ചെറുതാക്കി. ഇതാണ് അത്. അപ്പോൾ ടാറ്റാ.